ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹൽവയാണ്. ഈസി ആയിട്ട് എന്നാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് ഇന്നുണ്ടാക്കുന്നത്. ഇനി ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ഷുഗർ എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കും എപ്പോഴും നല്ലത്, കാരണം അത് അധികം നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ നല്ലതായിട്ട് കിട്ടും. പിന്നെ ഞാനിതിൽ 2 സ്പൂൺ വലിയ സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 കപ്പ് തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഷുഗറൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് നോക്കിയിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഇനി ഈ വെള്ളത്തിൽ ഷുഗർ നന്നായിട്ടൊന്ന് അലിയണം, ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. നാരങ്ങ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഇത് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഷുഗറും പുളിയെല്ലാം ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കാം. നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടൈമിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി റെഡിയാക്കാം. ഇത് ഞാൻ ചോളത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്, കോൺഫ്ലോറാണ്. അത് ഒട്ടും കട്ടിയൊന്നും ആവാത്ത രീതിയിൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കണം. ഇതുപോലെ നമ്മളൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മതി, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചാലും മതി. ഒട്ടും കട്ട കെട്ടാണ്ട് പാടില്ല. നന്നായിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കുക. വെള്ളത്തിൽ നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പഞ്ചസാര ലൈനിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രോസസ്സ് തുടങ്ങുന്നത്. ഇനി ഇതൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരിക്കലും സ്പൂൺ എടുത്തിട്ട് കൈ വിട്ടിട്ട് പോകാണ്ടി പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇത് കോൺഫ്ലോർ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനും കട്ട കെട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാനും ശ്രമിക്കുക. ഈ ടൈമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം മാത്രം വെക്കാണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ഒത്തിരി ഈസിയാണ് കേട്ടോ. ഒരു 25 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ കോൺഫ്ലോർ ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിം ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ വേഗം ഇത് തിക്കായി പോവും. അപ്പോൾ നമ്മുടെ ഹൽവ സക്സസ് ആവില്ല. അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് തീരെ കട്ട കെട്ടാണ്ട് കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് ഞാനിതിലേക്ക് നെയ്യ് ഒഴിക്കാൻ പോവാണ്. എപ്പോഴും ഒറിജിനൽ പശു നെയ്യ് ഒഴിക്കുന്നതായിരിക്കും ഇതിന് ഒത്തിരി നല്ല ടേസ്റ്റ്. ഇനി നെയ്യ് ഒഴിച്ചതിന് ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്കൊരു 4 സ്പൂൺ വരെയാണ് നെയ്യ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇത് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എത്ര ഇതിൽ ആവശ്യം വരുമെന്ന് അറിയില്ല. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു 4 സ്പൂൺ വരെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും. പക്ഷേ നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അത് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂനട്ടും ബദാമുമാണ്. ഇത് രണ്ടും ഞാനിതിലേക്ക് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക. അധികം സ്പൂണിൽ നിന്ന് കൈയെടുക്കാണ്ട് ഇത് ഇളക്കിക്കൊണ്ട് സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. നട്ട്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 3 സ്പൂണായി. ഇതിപ്പോൾ ഞാൻ 2 സ്പൂണാണ് നെയ്യ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ 3 സ്പൂൺ നെയ്യായിട്ടുണ്ട്. ഈ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ലയിച്ച് വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. സൈഡിലൊന്നും പിടിക്കുന്നില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കളർ ഇട്ട് കൊടുക്കുകയാണ്. കളർ ഞാനിടുന്നത് യെല്ലോ കളറാണ്. നിങ്ങളുടെ അടുത്ത് ഏത് കളറാണോ അവൈലബിൾ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് കളറും മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പം എൻ്റെ അടുത്തുള്ള യെല്ലോ ആണ്, അപ്പോൾ ഞാനത് യെല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കളറൊന്നും ഇല്ലാണ്ട് നമുക്കിതുണ്ടാക്കാം. അല്ലാണ്ട് ഇതിൻ്റെ നോർമൽ കളറായിട്ട് തന്നെ വരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതായിട്ട് തോന്നാൻ വേണ്ടി മാത്രം നമ്മളിങ്ങനെ ഒരു കളർ ഇടുന്നതാണ്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയും പിന്നെ ഏലക്കയും കൂടെ പൊടിച്ചതാണ്. അതും കൂടെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കട്ടെ. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഏലക്ക പിന്നെ നെയ്യ് ഇതെല്ലാം കൂടെ നല്ല തിളച്ച് വരുമ്പോഴത്തെ ഒരു സ്മെല്ലുണ്ടല്ലോ. അപ്പം നല്ലൊരു സ്മെല്ലാണ്. അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെയും ബദാം ഇടുന്നുണ്ട്. കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി, അപ്പം കുറച്ചുകൂടെയും ബദാം ഇട്ടു. ഇനി കളറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ക്യാരമൽ സിറപ്പ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ ഉപയോഗിച്ചാലും നല്ല കളർ കിട്ടും. ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള നട്ട്സ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഹൽവ കഴിക്കുന്നതിലും നമുക്ക് നല്ലത് നമ്മൾ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ അതിൽ എന്തെങ്കിലും ഇതുപോലെയൊക്കെ നട്ട്സുകൾ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ ടൈമിൽ 1 സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഈ നെയ്യ് ഒഴിച്ചതോടുകൂടി ഈ മിശ്രിതം നന്നായിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഈ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് ഒട്ടി പിടിക്കാണ്ട് വിട്ടു വരണം. അപ്പം ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ നമ്മുടെ ഹലുവ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അതുപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണാൻ വേണ്ടി പറ്റുള്ളൂ. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ അടുത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം. അപ്പോൾ അതും കൂടി ചെയ്യുക. ഇത് കണ്ടോ, എൻ്റെ ഹലുവ റെഡിയായി. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അത് നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു നെയ്യ് തടവി കൊടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് നട്ട്സും അതിൻ്റെ അടിയിലിട്ടിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് തണുക്കാൻ പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം ഞാനൊരു 40-45 മിനിറ്റ്സോളം ഞാൻ പുറത്ത് വെച്ചു. അതിന് ശേഷമാണ് ഇത് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി ഇത് തണുക്കാൻ വേണ്ടി വെക്കുവാണ്. അപ്പോൾ ഒരു 45 മിനിറ്റോളം ഞാനിത് പുറത്ത് വെച്ചിരുന്നു. അതിന് ശേഷം നമുക്കിത് നോക്കാം. ഇത് 1 മണിക്കൂറോളം പുറത്ത് വെച്ചു. അതിനുശേഷം ഇത് റെഡിയായി കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹലുവ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ പാത്രത്തിലും തീരെ ഒട്ടുന്നില്ല. ഇത് കണ്ടോ, കൈ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് വിട്ടു വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ടിട്ടാണ് മുറിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ലെയറായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതിൻ്റെ 2 സൈഡും ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. കാരണം ഒരു നല്ല ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടി. അതിന് ശേഷം ഞാൻ മുറിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഹൽവ നല്ല സോഫ്റ്റാണ്. എന്നാലും നമ്മൾ ഫുഡ് കളർ അധികം ചേർത്തിട്ടില്ല. ഒരു ചെറിയൊരു സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഫുഡ് കളർ ഇഷ്ടമില്ല എങ്കിൽ കളർ ഇടാണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. നോർമൽ കളർ തന്നെ വരും. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്